കഥ വീട് പണിയുന്നവർ. രചന ശ്രീ തോമസ് കാവാലം. ശബ്ദം ശ്രീമതി ഷീല മോഹൻ. കർക്കടകത്തിലെ കോരിച്ചൊരിഞ്ഞ് മഴ പെയ്യുന്നൊരു ദിവസമായിരുന്നു അത്. വളരെ കാലങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അച്ചു ആ വഴിയെ വരുന്നത്. അവന്റെ തറവാടും പരിസരങ്ങളും കാട് കയറി കിടന്നിരുന്നു. തൊട്ടടുത്ത് അവൻ പഠിച്ച പ്രൈമറി സ്കൂളിന്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന പഴയ ചായക്കടയിലേക്ക് അവൻ കാറിൽ ഇരുന്ന് തന്നെ നോക്കി. കുറെ ചെറുപ്പക്കാർ അവിടെ ഇരിപ്പുണ്ട്. പരിചയമുള്ള മുഖം ഉണ്ടോ എന്നവൻ തിരഞ്ഞു. ആരെയും കണ്ടില്ല. എല്ലാവരും ബംഗാളികളായിരിക്കണം, അവൻ വിചാരിച്ചു. കാർ അല്പം കൂടി മുൻപോട്ട് പോയപ്പോഴാണ് ബാർബർ ഷോപ്പിന്റെ മുന്നിൽ ഒരു പരിചിത രൂപം കുത്തിയിരിക്കുന്നത് അവൻ കണ്ടത്. അത് അയാൾ തന്നെ. ഓർമ്മ ഊട്ടി ഉറപ്പിക്കാനായി അയാൾ കാർ പുറകോട്ടെടുത്തു. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ട് അവൻ ചോദിച്ചു, ചന്ദ്രൻ പണിക്കർ തമ്പുരാൻ? അതെ, ഞാൻ തന്നെ. കാറിൽ കുത്തിയിരുന്ന അയാൾ എഴുന്നേക്കാതെ തന്നെ തിണ്ണയുടെ അരികിലേക്ക് നിരങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു, എന്താ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നേ? എന്നെ മനസ്സിലായോ? അച്ചു, പെരുമ്പ്രായിലെ വാസുദേവൻ സാറിന്റെ മകൻ അച്ചു അല്ലേ? എവിടെ പോകാനാ സാറേ? വീട്, മക്കൾ, ആ 2 വാക്കുകൾ ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു വേണ്ടായിരുന്നു. അത്ര സുഖകരമല്ലാത്ത 2 വാക്കുകളായിരിക്കുമോ അതെന്നവൻ ഭയപ്പെട്ടു. അച്ചു കാർ നിർത്തി പുറത്തേക്കിറങ്ങി. ചന്ദ്രൻ ആശാരിയുടെ കൈക്ക് പിടിച്ച് ഹോട്ടലിലേക്ക് നടന്നു. നടക്കാൻ അയാൾ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. അവിടെ ആ ചെറിയ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം വളരെ ആർത്തിയോടുകൂടി ചന്ദ്രനാശാരി കഴിക്കുന്ന കാഴ്ച കേട്ട് അച്ചു അത്ഭുതപ്പെട്ടു. അവിടെ അയാളോടൊപ്പം ഇരുന്ന് ചായ മോന്തുമ്പോൾ അച്ചു പഴയ കാലം ഓർത്തു. ചന്ദ്രൻ ഒരു നാട്ടിൻപുറത്തുകാരനായിരുന്നു. അന്ന് 55 വയസ്സുണ്ടായിരുന്നു. 20-ാം വയസ്സിൽ വിവാഹിതനായെങ്കിലും 40-ാം വയസ്സിലാണ് അയാൾക്ക് മക്കളുണ്ടാകാൻ തുടങ്ങിയത്. ജീവിതം ചന്ദ്രൻ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൻ സോമസുന്ദരൻ ഒരു ആശാരിയായിരുന്നു. അപ്പന്റെ കൈവശമുണ്ടായിരുന്ന ഉളിയും കൊട്ടുവടിയും പോലെ തന്നെ പണിയോടുള്ള അഭിമാനവും ചന്ദ്രൻ അവകാശമായി കിട്ടി. അപ്പനായിരുന്നോ മകനായിരുന്നോ മിടുക്കനെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ചന്ദ്രൻ എപ്പോഴും ജീവിതത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് സംസാരിക്കുന്നവനായിരുന്നു. വേദനകൾക്ക് പോലും ഒരു ചിരിയുടെ മേൽക്കൂര അവൻ കെട്ടിയിരുന്നു. ഒരു ദിവസം ചന്ദ്രൻ ആ ഗ്രാമത്തിലെ പെരുമ്പ്ര വീട്ടിൽ പണിക്ക് ചെന്നത് അച്ചു ഇന്നത്തെ പോലെ ഓർക്കുന്നു. പണി തുടങ്ങാനായി ബാഗിൽ നിന്ന് ഉളിയും കൊട്ടുവടിയും മറ്റുപകരണങ്ങളും എടുത്ത് പുറത്തു വെക്കുമ്പോൾ ആ വീട്ടിലെ കൊച്ചുമകനായിരുന്ന അച്ചു അടുത്തേക്ക് ചെന്നു. അന്നാണ് ആദ്യമായി അച്ചു ചന്ദ്രൻ ആശാരിയുമായി പരിചയപ്പെടുന്നത്. വലിയ കൗതുകത്തോടെ അവൻ ചോദിച്ചു, എന്താ പേര്? ചന്ദ്രൻ ഒന്ന് ചിരിച്ചു. ചന്ദ്രൻ, വെറും ചന്ദ്രനല്ല, ചന്ദ്രശേഖര പണിക്കർ തമ്പുരാൻ. നർമ്മം കലർത്തിയായിരുന്നു മറുപടി. ഓഹോ, തമ്പുരാനാണോ? എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന തമ്പുരാനാണോ? 10 വയസ്സുകാരനായിരുന്നെങ്കിലും സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവിന്റെ ചെറു കിളി വാതിലുകൾ തുറന്ന് അച്ചു ചോദിച്ചു. പിറ്റേന്ന് ചന്ദ്രൻ പണിക്ക് വന്നത് കുറച്ചു വൈകിയായിരുന്നു. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അച്ചു വീട്ടിലുണ്ടായിരുന്നു. ചന്ദ്രനെ കണ്ടതോടെ അവൻ ചോദിച്ചു, ഇന്ന് ഇത്ര വൈകിയതെന്താ? ചന്ദ്രൻ ചിരിച്ചു. പിന്നെ ചോദിച്ചു, ഞാൻ ആരാ? ചന്ദ്രൻ പണിക്കർ തമ്പുരാൻ. ചന്ദ്രൻ എന്ന് മാത്രം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന ആശങ്കയിൽ അച്ചു ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തു. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, മോൻ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ചന്ദ്രൻ രാത്രിയിലല്ലേ വരുന്നത്? അതെ. എല്ലാ രാത്രിയിലും വരുമോ? ഇല്ല, ഓരോ ദിവസവും വൈകിയല്ലേ വരുന്നത്. അതെ, ഈ ചന്ദ്രനും അങ്ങനെ തന്നെയാ. അത് പറഞ്ഞ് ചന്ദ്രൻ ചിരിച്ചു. ആ ചിരിയിൽ അച്ചുവും ചേരുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അച്ചു വീണ്ടും ചോദിച്ചു, ഈ പണിക്കർ സ്ഥാനം എങ്ങനെ കിട്ടി? പണിയുടെ മികവ് കൊണ്ട് തന്നെ അല്ലേ? അങ്ങനെ വിചാരിച്ചോളൂ, ചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പണി കണ്ടിട്ടാണ് തിരുവിതാംകൂർ രാജാവ് ഈ പേര് തന്നത്. അപ്പന്റെ അപ്പന്റെ അപ്പൻ വരെ ചെയ്ത പണിയാണിത്. എന്താ, ഈ പണി മോശമാണോ? മോശമല്ല, അച്ചു പറഞ്ഞു. ഒരു പുര പണിയുക എന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അതെ, ചന്ദ്രൻ പതുക്കെ പറഞ്ഞു. ഒരു ജന്മത്തിൽ ഒരു വീട്, അതൊരു വലിയ ഭാഗ്യമാണ്.
പണിക്കർ തമ്പുരാൻ അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഒന്നിടറുന്നത് അച്ചു ശ്രദ്ധിച്ചു. കുഞ്ഞു മനസ്സിലെ നിഷ്കളങ്കതയോട് അവൻ ചോദിച്ചു, എന്താ തമ്പുരാനെ അത് പറഞ്ഞപ്പോൾ ഇത്ര വിഷമം? ചന്ദ്രൻ ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, മോനെ, ഈ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലെ എത്രയോ ആളുകൾക്ക് വീട് പണിയുന്നു. പക്ഷെ ഈ തമ്പുരാന് മാത്രം ഒരു വീടില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തകരം കൊണ്ട് മറച്ചൊരു ഷെഡ്. അതാണ് ഈ തമ്പുരാന്റെ കൊട്ടാരം. എന്താ തമ്പുരാൻ മാത്രം വീട് വെക്കാത്തത്? ആ ചോദ്യം ഒരു കുറ്റപ്പെടുത്തലല്ല, ഒരു കുഞ്ഞിന്റെ സുതാര്യമായ സംശയമായിരുന്നു. ചന്ദ്രൻ 5 മക്കളുണ്ടായിരുന്നു. 4 പെൺമക്കളും ഒരാൺമകനും. ഏറ്റവും മൂത്തവൾക്ക് 15 വയസ്സ്. പിന്നെ ഓരോ 2 വർഷം ഇടവിട്ട് മറ്റുള്ളവർ. ഏറ്റവും ഇളയ മകൻ 3 വയസ്സ്. അവരെല്ലാം തീറ്റിപ്പോറ്റാൻ പാടുപെടുന്ന ചന്ദ്രന് ഒന്നും മിച്ചം വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെ ഒരു വീടുണ്ടാവാൻ? വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ മക്കളെക്കുറിച്ച് ഓർത്തപ്പോൾ പെൺമക്കളെക്കുറിച്ച് പെട്ടെന്ന് അയാൾ പഴയ കാലത്തേക്ക് ഊളിയിട്ട് ഒരു സംഭവം പറയാൻ തുടങ്ങി. അന്ന് പെൺമക്കൾ ഉണ്ടായപ്പോൾ ഭാര്യ ഒരിക്കൽ പറഞ്ഞു, ചന്ദ്രേട്ടാ, 4 പെൺകുട്ടികളാ. നാളെ അവരെല്ലാം വലുതാവും. ഓരോരുത്തരുടെയും ഭാവിയിൽ എനിക്ക് ആശങ്കയുണ്ട്. നമ്മൾ അടച്ചുറപ്പില്ലാത്ത ഈ ഷെഡിൽ ഈ പെൺമക്കളെയും കൊണ്ട് എങ്ങനെ കഴിയും? ചന്ദ്രൻ അന്ന് ചിരിച്ചു. ആ ചിരിയിൽ പതിവ് പോലെ വേദന മറച്ചു വെച്ചിരുന്നു. അമ്മണി, പെൺമക്കളാണെങ്കിൽ അവർ ഭാരമല്ല. വീട് പണിയാൻ ഇഷ്ടിക വേണം, മണൽ വേണം, സിമന്റ് വേണം. നമ്മുടെ കയ്യിൽ അതിനുള്ള വകയില്ല. അച്ഛന്റെ വീതം 10 സെന്റ് ഭൂമിയുണ്ട്. പക്ഷേ അതറിയാം, ഭാര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എങ്കിലും ഈ ഉളിയും കൊട്ടുവടിയും കൈമാറാനൊരു ആന്തരിയെങ്കിലും. പക്ഷെ ഒരച്ഛൻ പെൺമക്കളെ കുറിച്ച് ചിന്തിക്കാതെ ഉറങ്ങുമോ? ഒരു മഴ വന്നാൽ ഉറക്കം പോകും. ഒരു കാറ്റടിച്ചാൽ പേടിയാകും. ആരെങ്കിലും വഴിയെ കൂടി പോയാൽ ഈ കാലത്ത് എനിക്ക് പേടിയുണ്ട് അമ്മണി, പേടിയുണ്ട്. പക്ഷേ ചന്ദ്രൻ ഉളി സിന്തേരിടുകയായിരുന്നു. ഉളി കയ്യിൽ നിന്ന് താഴെ വെച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഈ ഷെഡിൽ ചോരുന്ന മഴയല്ല എന്നെ പേടിപ്പിക്കുന്നത്. എന്റെ പ്രായം, എന്റെ സമ്പാദ്യം. ഒരു നാൾ എനിക്ക് മക്കൾക്കൊരു ഉറപ്പുള്ള വീട് കൊടുക്കാൻ പറ്റില്ലേ എന്ന ചിന്തയാണ്. ഭാര്യ ഒന്ന് നിശബ്ദയായി. പിന്നെ പതുക്കെ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊട്ടാരം പണിയുമ്പോൾ നമുക്ക് നരകം പണിയാതിരുന്നാൽ മതി. ഈ ദാരിദ്ര്യത്തിലും നിങ്ങളുടെ സ്നേഹം എനിക്ക് സ്വർഗമാണ്. ഭാര്യയുടെ വാക്ക് കേട്ട് ചന്ദ്രൻ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദന പെയ്തിറങ്ങുകയായിരുന്നു. നമ്മൾ കൊട്ടാരത്തിൽ കിടക്കാത്തത് കൊണ്ടാണ് അമ്മിണി നമ്മുടെ മക്കൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നത്. പണത്തേക്കാൾ വലുതാണ് അഭിമാനം. നമ്മുടെ മക്കൾ അത് നമുക്ക് വേണ്ടി സാധിക്കും. എന്നാലും ഭാര്യയുടെ ശബ്ദം ഇടറിപ്പോയി. ഒരു അടുക്കള, പൂട്ടാൻ കഴിയുന്ന ഒരു വാതിൽ, അത്രയെങ്കിലും. ചന്ദ്രൻ കൈനീട്ടി അവളുടെ കൈ പിടിച്ചു. വരും, അവൻ ഉറപ്പോടെ പറഞ്ഞു. നമുക്കൊരു വീട് വരും. വലിയതാവില്ല, അലങ്കാരം ഉണ്ടാവില്ല എങ്കിലും. പക്ഷെ മഴ വീഴാത്തത്, മക്കളും അവരുടെ മക്കളും ചിരിച്ചുറങ്ങുന്നൊരു വീട്. അയാളുടെ വാക്കുകൾ കേട്ട് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം അവൾ ചിരിച്ചു. അപ്പോഴേക്ക് ഈ പണിക്കർ തമ്പുരാൻ പേര് മാറ്റേണ്ടി വരുമോ? നർമ്മം ചേർത്ത് ചന്ദ്രനാശാരി ചോദിച്ചു. ആ രാത്രിയിൽ അവർ ഒത്തുചേർന്നു. അങ്ങനെ അവർക്ക് 5ാമതൊരു മകനെ ലഭിച്ചു. അമ്മണി ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ആ ആനന്ദം മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അറിയാതെ ചന്ദ്രൻ ഉറക്കെ ചിരിച്ചുപോയി. ഇതെന്താ തമ്പുരാൻ തന്നെത്താനെ ഉറക്കെ ചിരിക്കുന്നത്? അച്ചുവിന്റെ അന്നത്തെ ചോദ്യം ഇപ്പോഴും അവൻ ഓർക്കുന്നു. അത് കേട്ടപ്പോഴാണ് ചന്ദ്രനാശാരിക്ക് പരിസരബോധം വന്നത്. അയാൾ വായിൽ കിടന്ന മുറുക്കാൻ നീട്ടി പുറത്തേക്ക് തുപ്പി. എന്നിട്ട് വിഷയം മാറ്റാനായി അവനെ അടുത്തേക്ക് വിളിച്ചു. അതൊരു വലിയ രഹസ്യമാ മോനെ, ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ വാ, അടുത്തിരിക്കെ, ഞാൻ പറഞ്ഞു തരാം. അച്ചുവിനെ അടുത്തിരുത്തി ഒരു കഥ പറയുമ്പോൾ ചന്ദ്രൻ തുടങ്ങി. ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം പണിതീരാത്തൊരു വീടാണെന്ന് പല തത്വചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരു പെരുന്തച്ഛൻ തന്നെയല്ലേ? ഓരോ ദിവസവും ആ പെരുന്തച്ഛൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പുതിയ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരു ആശാരിയുടെ മകനായി ഈ ഭൂമിയിൽ ജനിച്ചതും യാദൃച്ഛികമല്ല. ആ വലിയ സൃഷ്ടാവിന്റെ പണിയുടെ ഭാഗമാകാനായിരിക്കണം ജോസഫിന്റെ മകനായി അവൻ ജനിച്ചത് എവിടെയാ? പുൽക്കൂട്ടിൽ. എന്തുകൊണ്ട്? സ്വന്തം വീടില്ലായിരുന്നു. ദൈവത്തിന്റെ വീട് സ്വർഗമാണ്. അതാണ് യേശുവിന്റെ വീട്. ആ വംശത്തിൽപ്പെട്ടവരാണ് ആശാരിമാർ. അതുകൊണ്ടാവാം അവർക്ക് എന്നും ഈ ഭൂമിയിൽ വീടില്ലാത്തത്. അവരുടെയും വീട് സ്വർഗമാണ്. അവർക്ക് ഈ ഭൂമിയിൽ വീടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അവർ വീടുകൾ പണിതുകൊണ്ടേയിരിക്കും. അവിടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ ചന്ദ്രൻ തന്റെ മുണ്ടിന്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്ന അച്ചു കണ്ടു. ഹിന്ദുവായ ഇയാൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഇത്ര അഗാധമായ അറിവോ? അന്ന് അച്ചു അത്ഭുതപ്പെട്ടിരുന്നു. ആ കുഞ്ഞു മനസ്സിൽ ആദ്യമായ ഒരു സത്യം തെളിഞ്ഞു. വീട് പണിയുന്നവരല്ലാതെ സ്വപ്നങ്ങൾ പണിയുന്നവരുമുണ്ട്. അവർക്ക് സ്വന്തം വീട് ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല.
അച്ചു ആ ദിവസം മുതൽ ചന്ദ്രനെ പണിക്കർ തമ്പുരാൻ എന്ന് വിളിച്ചത് ഒരു തമാശയായിട്ടല്ല, ഒരു രാജാവിനുള്ള ആദരവായി അത് അവൻ കണ്ടിരുന്നു. അച്ചുവിന്റെ വീട് പണിത് ചന്ദ്രനാശാരി മറ്റൊരു സ്ഥലത്തേക്ക് വീട് പണിയാൻ മാറിപ്പോയി. അച്ചു വളർന്നു, പഠിച്ചു, സ്വന്തം കുടുംബവും വീടുമായി. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മനസ്സിലേക്ക് ചന്ദ്രനാശാരി പണിക്കർ തമ്പുരാൻ കടന്നു വരുമായിരുന്നു, നർമ്മത്തിൽ പൊതിഞ്ഞ സംഭാഷണവുമായി. ചന്ദ്രനാശാരിയെ ഇന്ന് ഈ സ്ഥിതിയിൽ ഒരിക്കലും അച്ചു പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ചായക്കടക്കാരനോട് രഹസ്യമായി അച്ചു ചോദിച്ചു, മക്കളൊക്കെ ഇട്ടേച്ചു പോയി അല്ലേ? ഭാര്യ 5 വർഷം മുൻപ് മരിച്ചുപോയി. പെൺമക്കളെ എല്ലാം കെട്ടിച്ചു വിട്ടു. അവസാനത്തെ പയ്യൻ ഒരു തട്ടാത്തി പെണ്ണുമായി ഒളിച്ചോടിപ്പോയി ഏതോ നാട്ടിൽ ജീവിക്കുന്നു. വീടില്ല. പഴയ ആ തകരഷെഡിൽ ഒരു പഴയ കട്ടിലിൽ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും. ചന്ദ്രനാശാരി പണിക്കർ തമ്പുരാന്റെ അവസ്ഥ കണ്ടു അച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഒരു ചെറിയ തുക പോക്കറ്റിൽ ഇട്ടുകൊടുത്തിട്ട് കാറിൽ കയറി അവൻ പോയി. പ്രസിദ്ധ അമേരിക്കൻ കവിയായ റോബർട്ട് റോസ്റ്റ് വരികളാണ് അച്ചുവിന് ഓർമ്മയിൽ വന്നത്. Woods are lovely, dark and deep, but I have promises to keep, and minds to go before I sleep, and minds to go before I sleep.